നമസ്കാരം. എടാ രാവിലത്തെ പോലെ ആയിരിക്കും പെട്ടിക്കടയിട്ടിരിക്കേണ്ടി വരും. അപ്പൊ രാവിലെ ഞങ്ങൾ ലൈവ് പോയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പടം തിയേറ്ററിൽ പോയി കണ്ടു. ഇവിടെ എറണാകുളത്ത് പത്മ സ്ക്രീൻ മണ്ണിലാണ് സിനിമ കണ്ടത്. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ റെസ്പോൺസ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ഈ സന്തോഷം നിങ്ങളൊക്കെ ആയിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങൾ ഇതേ ഫേസ്ബുക്കിൽ ലൈവ് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ സന്തോഷം ആഘോഷിക്കാനായിട്ട് ഇവിടുത്തെ ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കളും വെൽവിഷേഴ്സും ഒക്കെ കൂടാതെ ചെയ്യാനായിട്ട് പെട്ടെന്ന് വാങ്ങിച്ചൊരു കേക്ക് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് ഇവിടെ നിപ്പുണ്ട്. ഇത് സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ. ഇനിയും കുറെ പേരുടെ കൂടെ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് അവർ വരാനിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ആരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവർക്കും തിരിച്ച് നന്ദി. പോസിറ്റീവായിട്ട് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും നന്ദി. Ready? മറ്റേ പൊട്ടിക്കുന്ന സാധനം രാകേഷ് ഇവിടെ അസോസിയേറ്റ് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. എവിടെ ഫേസ്ബുക്കിൽ വെരിഫൈഡ് പ്രൊഫൈലുള്ള ഏക അസോസിയേറ്റ് പിന്നെ പടത്തിൽ പ്രധാനപ്പെട്ട റോളുകൾ ചെയ്ത ശ്രീ ആസിഫ് റയാൻ. മൊത്തം കൊണ്ടുപോകണം. ഷോയബ് ഭായ് മൊത്തം കൊണ്ടുപോകുന്നത് ഞാൻ കുറച്ച് തരും. പിന്നെ ബാക്കിയുള്ളവർക്ക് പിന്നെ എപ്പോഴെങ്കിലും തരാം. ഷോയബ് ഖാൻ റൗത്തർ പ്രൊഡക്ഷൻ ലൈൻ പ്രൊഡ്യൂസർ. കൂടാതെ സുരേഷ് നായർ ലൈൻ പ്രൊഡ്യൂസർ. ഇതിൽ ചെറിയൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. മാനേജർ പ്രേംലാൽ. പ്രൊഡ്യൂസർ സി വി സാരഥി. ഇവിടെ മുഖം ഇവിടെ വേറൊരു ഞങ്ങളുടെ കൂടെ ഈ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് എത്തിയ ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള ശാന്തിനി ശ്രീധരൻ. ഓക്കെ അല്ലേ? ഐശ്വര്യ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന സിനിമയിലെ നായിക. ടൊവിനോയുടെ അടുത്ത സിനിമയിലെ നായിക ഐശ്വര്യ. നമ്മളെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കോസ്റ്റ്യൂം ഡിസൈനർ ഗപ്പിക്കാണ് കിട്ടിയത്. പിന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വേറെ ആളുകളുണ്ട്. ഓഗസ്റ്റില് ബേസിലിന്റെ കല്യാണമാണ്. ബേസിലിന്റെ കുട്ടിയും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എലിസബത്ത് എലി. എലിസബത്തിന് വേണ്ടി വീഡിയോ
കഴിഞ്ഞില്ലേ ഞാൻ വാമിക്കാൻ കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി.